10-20 വർഷക്കാലം ഒന്നിച്ച് താമസിച്ച് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ച് താമസിച്ച് ആ സ്നേഹത്തിൻ്റെ വല്ലരിയിൽ അണിവല്ലരിയോ അതിൽ 2 പൂമുട്ടുകളുണ്ടായി. മൂത്ത കുട്ടിക്ക് ഏതാണ്ടൊരു 18-19 ഒക്കെ ഉണ്ടെന്ന് വയസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 10-20 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഭയങ്കര സ്നേഹമായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. ഏട്ടാ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് എത്തില്ല, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഈ സ്നേഹം നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കിയെന്നറിയോ? ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നു, മരണപ്പെട്ടിട്ട് 3 മാസമായപ്പോഴത്തേക്ക് മറ്റൊരു വിവാഹം വന്നു. 4-ാം മാസത്തിൽ താലി ചാർത്തി. മറ്റൊരു ആണിനെ, മറ്റൊരു പുരുഷന് താലി ചാർത്തി. ഈ 2 മക്കളുടെ അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങിയ ആ ബെഡ് മണിയറയാക്കി. അദ്ദേഹത്തിൻ്റെ മണം പോലും ആ മുറിയിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആ സാമീപ്യം ആ വീട്ടിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. വിവാഹം കഴിച്ചു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ഒരു പാവമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് നമ്മളിൽ വളരെയേറെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരു സാധാരണ കുടുംബം. അമ്മ ഒരു തീരാ രോഗിയാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തെയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യമുള്ള വീഡിയോകൾ. ഞാൻ എല്ലാം കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. കമൻറ്റുകളൊക്കെ ആയിട്ട് ലൈക്കും ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു കമൻറ്റ് അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആരെങ്കിലും വിശാല ഹൃദയരായ അല്പം സാമ്പത്തിക അവസ്ഥയിലുള്ള ആൾക്കാരാണല്ലോ ചെയ്യുള്ളൂ. ഈ കുടുംബത്തെ ഒന്ന് കൈ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനിട്ട ഒരു കമൻറ്റ് അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കാലം. എന്നാൽ ഇവരിടുന്ന വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. ലൈവ് ഒരു പരിധി വരെയൊക്കെ ഞാൻ കാണാറുണ്ട്. ലൈവിൽ അദ്ദേഹം, ആ മരണപ്പെട്ടു പോയ വ്യക്തി, എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന, ആ നിറഞ്ഞ ചിരിയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ആ ലൈവ് ഞാൻ കുറച്ച് നേരമൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ, ഇതിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2ാമത്തെ വീഡിയോ ഞാൻ ഇടുന്നത്. ആദ്യം സഡനായിട്ട് ഇപ്പോഴത്തെ ആ വിവാഹം കണ്ട സമയത്ത്, കാരണം ഞാൻ പറഞ്ഞില്ലേ ചൂടാറിയിട്ടില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളുടെ ആരോ ഒക്കെയാണ് ആ വ്യക്തി എന്നൊന്ന് തോന്നിപ്പോകും. കാരണം ഈ ലൈവൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന അത് കാരണം അങ്ങനെ ആ ആൾ പോയി ഒരു 4 മാസം ആകുമ്പോഴത്തേക്കും അടുത്ത വിവാഹം കഴിക്കുക. ആണുങ്ങൾ അങ്ങനെയാണ്, അവർക്ക് എന്തും ആവാം. പക്ഷേ ഒരു ആണ് എന്ന് പറഞ്ഞാലേ അവന് വെച്ച് വിളമ്പി കിട്ടുക എന്നുള്ളത് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ വലിയൊരു കാര്യമാണ്. അവൻ്റെ ഡ്രസ്സ് അലക്കുക, അവന് നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിനൊരു പെണ്ണ് തന്നെ ഒരു അടുക്കള കയറി അതൊക്കെ ചെയ്യുമ്പോൾ ആകെ മുഷിപ്പൊക്കെ തോന്നും. പിന്നെ ചില ആളുകളുണ്ട് ഇതൊക്കെ സ്വയം ചെയ്യുന്ന, അവർക്ക് ഭാര്യ ഇനി നഷ്ടപ്പെട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ചില ആണുങ്ങൾ അടുക്കളയിൽ കയറാത്ത ആൾക്കാർ, അവർ ഭാര്യ പോയാലും പെട്ടെന്നൊരു വിവാഹമൊക്കെ ആഗ്രഹിക്കും. ഞാൻ എന്നും പുനർവിവാഹം സപ്പോർട്ട് ചെയ്യുന്ന ആണ് കേട്ടോ. അത് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ആളുകൾ പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നത് അവർക്ക് ആവശ്യം തോന്നുന്ന സമയത്ത്, ഇതും അങ്ങനെ ആവശ്യം തോന്നിയതാട്ടോ. പക്ഷെ ആവശ്യം ഒരു ഇത്തിരി കടന്ന കൈയായി പോയില്ലേ. 4 മാസം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് നീട്ടാമായിരുന്നു. കാരണം നമ്മളിത് കേരളീയർ അങ്ങനെയാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ടാണ് അനീഷിനെ ഇന്ന് പലരും ഈ ആനപ്പുറത്തിരിക്കുന്ന രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആർക്കും പറ്റാത്തൊരു സാഹചര്യം ഒരു കുട്ടി പറഞ്ഞു. പക്ഷേ രാജാവ് ആ കുട്ടീനെ അംഗീകരിക്കുകയും ചെയ്തേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇപ്പോഴത്തെ ഭർത്താവിനെയും കൂട്ടി ലൈവ് ഇടും. ലൈവ് പോയി കഴിയുമ്പോൾ പലരും ചോദിക്കും, അയ്യോ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നല്ല തെറി തന്നെയാണ് പറയുന്നത്. അതിൽ ഒരു തെറി ഞാനിവിടെ പറയാം കേട്ടോ. നീ കൂടി നായിൻ്റെ മോളെ. ഇത് ഈ സ്ത്രീയും പറയും, ഇപ്പോഴത്തെ ഭർത്താവും പറയും. ഇത് തന്നെയാണ് പറച്ചിൽ. അയാളും പറയും. അപ്പോൾ ഒരു മര്യാദയുള്ളൊരു സ്ത്രീയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളല്ലാതെ നമുക്ക് കേൾക്കാൻ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാവുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തതിൽ ഒരു അത്ഭുതവും ഇല്ല. വിവാഹം 2ാമതൊരെണ്ണം വേണ്ട എന്ന് ഞാൻ
ഒരിക്കലും പറയില്ല. ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും രണ്ടാമതൊരു വിവാഹം കഴിക്കാം. ഞാനതിന് അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ 2 മക്കളുടെ അപ്പൻ നമ്മുടെ ചിതയിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് അധികം സമയമായിട്ടില്ല. 4 മാസം എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, വളരെ അടുത്തൊരു സമയമാണ്. അതിൻ്റെ ഉള്ളിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ചിട്ട് ബാക്കിയുള്ളവർ ഒക്കെ എന്താ പറയുക, വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇപ്പോഴത്തെ ആ ചിരിയും കാര്യങ്ങളൊക്കെ, ചിരിക്കണം, കരയണം എന്നല്ല ഞാൻ പറയുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കാനേ പാടില്ല. ജീവിതം ആസ്വദിക്കണം. പക്ഷേ നമ്മുടെ കുടുംബത്തേക്ക് മറ്റൊരു പുരുഷനെ നമ്മുടെ ഭർത്താവായിട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും നമ്മുടെ മക്കളുടെ അപ്പനാവില്ല അങ്ങോര്. ഒരിക്കലും നമ്മുടെ മക്കളുടെ അപ്പനാവില്ല. അപ്പോൾ മക്കളുടെ അപ്പനായിട്ടും കൂടി അധികാരം സ്ഥാപിച്ച ആ വീട്ടിലേക്ക് ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ കടന്നു വരുമ്പം ആ മക്കൾ പോലും അതിനെ അനുകൂലിച്ച് അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ കുട്ടി കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ കയറി, ഇപ്പോൾ രണ്ടാമത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പോൾ ആ കുട്ടി, ആ മോള് അറിവായ കുട്ടി തന്നെയാണ്, ചുറ്റിക്കെട്ടി താങ്ങി പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് കമൻറ്റ് പറയുന്നു, മോളെ ഒന്ന് മാറ്റി നിർത്തൂ, സ്വന്തം അപ്പനല്ല എന്ന് പറഞ്ഞിട്ട്. അതാണ്, നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അല്ലേ, എന്തൊക്കെ നമ്മൾ കാണുന്നത്, എന്നിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ ഒരു അമ്മയാണ് 2 പെൺമക്കളെയും കൂട്ടിയിട്ട് വാടകയ്ക്കൊരു വീട്ടിൽ താമസിച്ചിട്ട് ആ അമ്മേനെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് ഒരു മോളെയും കൊണ്ട് അയാൾ പോയിട്ട് ഒരു കാട്ടിലൊരു വീട്ടിൽ താമസിച്ച കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്ര പെടാപ്പാട് പെട്ടിട്ടാണ് ആ കുട്ടീനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുത്തത്. രണ്ടാനപ്പൻ, ഇന്നും രണ്ടാനപ്പൻ തന്നെ, സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അല്ലേ. അതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്വന്തം അപ്പൻ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത്. അമ്മയുടെ സന്തോഷവും സുഖവും, അമ്മയുടെ മനസ്സിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു അന്യപുരുഷനെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തി വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുന്നു. ഇത് എത്ര പേർക്ക് ഇത് അനുകൂലിക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വിവാഹം ഞാൻ എതിർക്കുന്നില്ല, പക്ഷെ ഒരു ഇത്തിരി തിരക്കും കൂടിപ്പോയി. അതുപോലെ തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നവരോട് പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, അതിലാണ്. മര്യാദയ്ക്ക് സംസാരിക്കാനെങ്കിലും പഠിക്കുക. കാണുന്നവരൊക്കെ വിലയിരുത്തുന്നുണ്ട്, പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്. കാരണം ഈ രീതിയിലുള്ള ആളുകളുണ്ടെന്നേ നമ്മുടെ സമൂഹത്തിൽ. ഇതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവർ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കും, പക്ഷെ ബാക്കി കുറേ പേര് നിസ്സഹായരാണ്. എന്തായാലും ജീവിക്കൂ സന്തോഷമായിട്ട് തന്നെ.